DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 13 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുമെന്ന റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ വേനൽ ചൂട് കൂടുതൽ കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഏപ്രിൽ 14 വരെ സംസ്ഥാനത്തെ 10 ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. പാലക്കാട്, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പാലക്കാട് കഴിഞ്ഞ ദിവസം 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് രേഖപ്പെടുത്തിയത്. ഉയർന്ന താപനിലയോടൊപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള വായു തുടരുന്നതിനാൽ മലയോര മേഖലകളിലൊഴികെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത ചൂടിനും അസ്വസ്ഥതയ്ക്കും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ്. പവന് 280 രൂപയാണ് കുറഞ്ഞത്. 1,11,800 രൂപയാണ് ഒരു പൗൺ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 35 രൂപയാണ് കുറഞ്ഞത്. 13,975 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. അടുത്ത അറിയിപ്പ്, 10 വർഷത്തിലധികം പഴക്കമുള്ള ആധാർ കാർഡുകൾ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 5 വയസ്സിന് മുൻപ് ആധാർ എടുത്ത കുട്ടികളുടെ വിവരങ്ങളും കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആധാറിലെ ഫോട്ടോ പഴയതാണെങ്കിൽ വിവിധ സേവനങ്ങൾക്കായുള്ള ഫേസ് ഒതന്റിക്കേഷൻ പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങളും പുതുക്കാൻ ശ്രദ്ധിക്കണം. 5 വയസ്സിൽ താഴെയെടുത്ത ആധാർ 7 വയസ്സിനുള്ളിൽ പുതുക്കുന്നത് തികച്ചും സൗജന്യമാണ്. കൂടാതെ 15 വയസ്സ് കഴിഞ്ഞവർ 17 വയസ്സിനുള്ളിൽ തങ്ങളുടെ ആധാർ വിവരങ്ങൾ പുതുക്കുകയാണെങ്കിൽ അധിക ഫീസ് നൽകേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. സ്വന്തമായി സൗജന്യമായി ആധാർ പുതുക്കുന്നതിന് ജൂൺ 16 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ 10 വർഷം കഴിഞ്ഞ ആധാറുകൾ പുതുക്കുക. ക്ഷേമ പെൻഷൻ, റേഷൻ, PM കിസാൻ തുടങ്ങിയ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളൊക്കെ ആധാർ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ നൽകുന്നത്. ഓരോ വർഷവും മസ്റ്ററിംഗ് ചെയ്യേണ്ടതിനാൽ ആധാർ പുതുക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ഇന്ധനക്ഷാമം പരിഗണിച്ച് സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന പുതിയൊരു പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി എനർജി എഫിഷ്യൻസി സർവീസസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം വഴി പലിശരഹിത തവണകളായി ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നുണ്ട്. മികച്ച ബ്രാൻഡ് കുക്ക് ടോപ്പുകൾ കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതിലൂടെ ഗാർഹിക LPG ഉപയോഗം കുറയ്ക്കുവാനും ഇന്ധന ലാഭം ഉറപ്പുവരുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ആധുനിക പാചക സംവിധാനങ്ങളിലേക്ക് മാറാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് ഇന്ധന പ്രതിസന്ധിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. LPG സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിലേക്ക് എത്തിയെന്ന് പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഗാർഹിക സിലിണ്ടറുകൾക്ക് പുറമെ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണവും വേഗത്തിലാക്കും. 3 ലക്ഷത്തിലധികം പേർക്ക് പുതിയ PNG കണക്ഷനുകൾ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഹോർമുസ് കടന്ന 3 കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ LPG വിതരണം വേഗത്തിലാക്കാമെന്നാണ് കണക്കുകൂട്ടൽ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.